അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഈ ഫോട്ടോയിൽ ഞാൻ കാണിക്കുന്നത് ഒന്ന് ഹാരിസ് മദനിയെയാണ്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത്. ഇദ്ദേഹം നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഈ ഹാരിസ് മദനി എന്ന് പറയുന്ന ഈ ഒരു വലിയ പണ്ഡിതൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. തെറ്റ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലും പഠനത്തിലും ഇസ്ലാമിന് വിരുദ്ധമാണെന്ന് കണ്ടാൽ അദ്ദേഹം അതിന് പ്രതികരിക്കാറുണ്ട്. അത് അദ്ദേഹം മുഖം നോക്കാതെ പ്രതികരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കക്ഷിയാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും സുന്നി വിഭാഗമാണെങ്കിലും മുജാഹിദി വിഭാഗമാണെങ്കിലും എല്ലാം അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. എന്നാൽ പറയാതിരിക്കാൻ നിർവാഹമില്ല, ചില കാര്യങ്ങൾ എന്താ എന്നറിയില്ല, അദ്ദേഹം മറച്ചു വെക്കാറുമുണ്ട്. ഹാരിസ് മദനി പറയുന്ന വിഷയത്തിൽ ആരെയും ഭയപ്പെടാതെയാണ് അദ്ദേഹം പറയാറ്. കാരണം നമുക്ക് അള്ളാഹനെ ഭയപ്പെട്ടാൽ മതി. അള്ളാഹുവിൻ്റെ ദീൻ ആരെ മുന്നിൽ നമുക്ക് തുറന്നു പറയാം. എന്നാൽ അദ്ദേഹം പറയുന്ന വിഷയത്തിൽ ആരെയും ഭയപ്പെടാതെ പറയുന്നു. ഈ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷവും അദ്ദേഹത്തിനോട് വല്ലാത്തൊരു ബഹുമാനവും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നാൽ ഇവിടെ വേറെ ആളെ ഞാൻ കാണിച്ചല്ലോ. അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ ആസാമിയാണ്. ഇസ്ലാമിനെ ചൂഷണം ചെയ്ത് അള്ളാഹുവിൻ്റെ ഖുർആനിനെയും ഹദീസിനെയും വികലമാക്കി അത് വിറ്റ് തിന്നുന്ന തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ ആസാമി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന, തങ്ങളുപ്പാപ്പയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വലയിൽ ചാടിയ ഒട്ടനേകം സത്യവിശ്വാസികൾ ഉണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കെണിവലയിൽ കുടുങ്ങി വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഹാരിസ് മദനി തുറന്നു കാണിക്കുന്ന, അദ്ദേഹം ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ഇസ്ലാമികമായി ജനങ്ങളെ കേൾപ്പിക്കുന്ന, ജനങ്ങളെ പഠിപ്പിക്കുന്ന ആ വീഡിയോകൾ ഒന്ന് കേൾക്കണം എന്ന ഒരു അപേക്ഷ എനിക്ക് നിങ്ങളോടുണ്ട്. ഈ സാക്ഷാൽ ഇസ്ലാമിനെ വിറ്റ് തിന്നുന്ന തങ്ങൾക്കെതിരെ വലിയ ചർച്ച നടക്കുകയാണ്. വീടുകളിലും അങ്ങാടികളിലും മാധ്യമങ്ങളിലുമെല്ലാം ഇദ്ദേഹത്തെ അനുകൂലിച്ച് പറയുന്ന ആളുകളുണ്ട്, ഇദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കാത്ത ഒട്ടുമിക്ക 99% അദ്ദേഹം ഖുർആനിലില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1% ശരി ഉണ്ട് താനും. ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഇദ്ദേഹത്തിൻ്റെ
ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഇസ്ലാമിനെ ചൂഷണം ചെയ്യുമ്പോൾ അത് ചില പണ്ഡിതന്മാർ തുറന്നു കാണിക്കുമ്പോൾ, തെറ്റാണെന്ന് പറയുമ്പോൾ ഈ പണ്ഡിതന്മാരെ കുതിര കയറുകയാണ് ഈ തങ്ങളാണെന്ന് പറയുന്ന ഈ തട്ടിപ്പിൻ്റെ ആസാമിയുടെ ആളുകൾ സത്യം പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറുകയാണ്. സത്യം പറയുന്നവരെ എതിർക്കുവാൻ ഈ തങ്ങൾ എന്ന് പറയുന്ന വലിയ ആളായി ചമയുന്ന ഇദ്ദേഹം ഈ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇസ്ലാമിലില്ലാത്തതാണ്, ഇദ്ദേഹത്തെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയുന്ന ഈ പണ്ഡിതന്മാരെ എതിർക്കാൻ ഈ തങ്ങൾ പണവും ചെലവും കൊടുത്ത് വാഗ്സാമർത്ഥ്യമുള്ള കുറച്ച് തലയിൽ കെട്ടുകാരെ നിർത്തിയിട്ടുണ്ട്. ഈ തങ്ങൾക്കാണെങ്കിൽ 10 പൈസയുടെ ഇസ്ലാമികമായ ഒരു അറിവുമില്ല. ഞാനിത് വെറുതെ പറയുകയല്ല. അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ, അദ്ദേഹം സ്വലാത്ത് ചൊല്ലുമ്പോൾ, അദ്ദേഹം അൽ-ഫാത്തിഹ വിളിക്കുമ്പോൾ, അദ്ദേഹം ദുആ ചെയ്യുമ്പോഴൊക്കെ നമുക്കറിയാം പച്ച പൊള്ളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. വിശുദ്ധ ഖുർആൻ പോലും ഇദ്ദേഹത്തിന് ശരിക്കും ഓതാൻ കഴിയില്ല. അപ്പോൾ ഈ തങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് നല്ല പണ്ഡിതന്മാർ ഈ തട്ടിപ്പ് വീരനെ എതിർക്കുമ്പോൾ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് തലയിൽ കെട്ടുകാരെയും കൊണ്ടു നടക്കുകയാണ് ഇദ്ദേഹം. ഖുർആൻ പോലും ശരിക്ക് ഇദ്ദേഹത്തിന് ഓതാൻ അറിയില്ല. അപ്പോൾ പിന്നെ ഈ മാർഗമല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഹാരിസ് മദനി, നിങ്ങളെപ്പോലുള്ള ആളുകൾ സത്യം പറഞ്ഞ് ജനങ്ങളെ പ്രബോധനം ചെയ്യൂ. അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ അവർ നന്നാകും. നിങ്ങളെപ്പോലെ കഴിവുള്ള ആളുകളാണ് ഇത്തരം കള്ളന്മാർക്കെതിരെ സത്യം തുറന്നു പറയേണ്ടത്. സത്യം നിങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആരെയും ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. ആരെയാണ് സത്യം പറയുമ്പോൾ ഭയപ്പെടേണ്ടത്? ആരെയും ഭയപ്പെടേണ്ട. മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത്. അല്ലാഹു നൽകിയതിനെ ഒരാൾക്കും വിലങ്ങാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലങ്ങിയതിനെ ഒരാൾക്കും നൽകാനും സാധ്യമല്ല. ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ ഒരാളെ ദ്രോഹിക്കാൻ തീരുമാനിച്ചാൽ അവർക്കത് സാധ്യമല്ല. ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ ഒരാളെ സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചാലോ അതിനും സാധ്യമല്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രം. ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവർക്ക് എന്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കണം. ഏതായിരുന്നാലും ഇത്തരം കള്ള ഔലിയാക്കന്മാരുടെയും കള്ളത്തങ്ങന്മാരുടെയും കള്ള മുസ്ലിയാക്കന്മാരുടെയും ചെയ്തികളിൽ നിന്ന്, അവരുടെ തന്ത്രങ്ങളിൽ നിന്ന്
അവരുടെ കുടുക്കുകളിൽ നിന്ന്, വിശ്വാസം തെറ്റിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹാരിസ് മദനിയോട് പറയാനുള്ളത്, പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക്, തട്ടിപ്പുകൾക്ക് എല്ലാം വെള്ളവും വളവും നൽകിയത് നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാരാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോരുത്തരെയും എതിർക്കുമ്പോൾ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ, ഇസ്ലാമിനെ ചൂഷണം ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് ഇവർ ബിദ്അത്തുകാരനാണ്, കള്ളന്മാരാണ്, പ്രവാചകന് സ്നേഹമില്ലാത്തവരാണ്, വഹാബികളാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അടി കിട്ടുകയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ വിശ്വാസം തെറ്റിപ്പോവുന്ന കള്ള ഔലിയാക്കന്മാരുടെയും കള്ളത്തങ്ങന്മാരുടെയും കൂടെ നടന്ന് ഈമാനെ തെറ്റിക്കുന്ന ഇവർക്കെതിരെ ശക്തമായി നിങ്ങൾ പോരാടണം. നിങ്ങളൊക്കെ നല്ലവണ്ണം പണിയെടുക്കണം. എന്നെങ്കിലേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ അപേക്ഷിക്കുകയാണ്. ഒരു മുഅ്മിൻ ഇനി എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമല്ല, നിങ്ങളെ കൗമ വിശ്വസിക്കൂല. മനസ്സിലായല്ലോ? തലീക്കെട്ടുകാരാണ് ഇത്രയും ചൂഷണങ്ങൾ ചെയ്യുന്നത്, ചൂഷണത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുന്നത്. ഓരോരുത്തരുടെ പ്രസംഗം നമുക്ക് ചർച്ച ചെയ്യാം. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനത്തിന് എതിർ നിൽക്കാൻ പാടില്ല. അള്ളാഹു എന്ത് പറഞ്ഞോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ നിർദ്ദേശം. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ. അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത്തരം കള്ളന്മാരെയും കള്ള ഔലിയാക്കന്മാരെയും കള്ള ത്വരീഖത്തിനു വേണ്ടി ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എതിർക്കുകയല്ല, സങ്കടം കൊണ്ട് പറയുകയാണ്. ഇനി നിങ്ങൾ തന്നെയാണ് ഇതിനെതിരെ പടപൊരുതേണ്ടത് എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.